Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂരിൽ പണിതീരാതെ നശിച്ചുപോകുന്ന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഫിലിം തിയേറ്റർ സന്ദർശിച്ച് ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി നിരന്തരമായ ഇടപെടലാണ് നടത്തിയതെന്ന് എം.എൽ.എ. പയ്യന്നൂർ നഗരസഭയിൽ പുതിയ വികസന കാഴ്ചപ്പാടുമായി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി. കോത്തായിമുക്ക് മുതൽ പെരുമ്പ വരെ പാത സൗന്ദര്യവൽക്കരിച്ച് ഹാപ്പിനെസ് സ്ട്രീറ്റാക്കി മാറ്റുമെന്നും നഗരത്തിലെത്തുന്ന വനിതകൾക്കായി ഷീ ലോഡ്ജ് സൗകര്യം ഏർപ്പെടുത്തുമെന്നും സരിൻ ശശി. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനവും നടപടിക്രമങ്ങളും നടക്കും മുൻപ് തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ചുവരെഴുത്തുകൾ തുടങ്ങി LDF. നോർത്ത് തൃക്കരിപ്പൂർ ലോക്കൽ പരിധിയിലെ നടക്കാവ് ജംഗ്ഷനിലാണ് LDF ചുവരെഴുത്ത്. മലയാളികളുടെ മനം നിറയ്ക്കുന്ന വിഷുക്കാലത്തിന് ഇനിയും മാസങ്ങൾ ബാക്കി നിൽക്കെ നാടാകെ കണിക്കൊന്നകൾ പൂത്തു. ഏപ്രിൽ പകുതിയോടെ പൂവിടേണ്ട കൊന്നമരങ്ങൾ ഫെബ്രുവരിയിൽ തന്നെ സ്വർണ്ണവർണ്ണം അണിയുന്നത് പ്രകൃതി നൽകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സൂചനയാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. വാർത്തകൾ വിശദമായി. മറ്റൊരു പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഒരു തിരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നില്ലെന്നും വി കുഞ്ഞികൃഷ്ണൻ. UDF സ്വതന്ത്രനായി പയ്യന്നൂരിൽ മത്സരിക്കുമെന്ന അഭ്യൂഹം തള്ളിയാണ് വി കുഞ്ഞികൃഷ്ണൻ നെറ്റ്വർക്ക് ന്യൂസിനോട് തന്റെ നിലപാട് അറിയിച്ചത്. ഞാൻ മറ്റൊരു പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഒരു നിലപാട് കേരളത്തിൽ ഇന്നുള്ളതിൽ മെച്ചപ്പെട്ട പാർട്ടി CPM ആണ്. അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പാർട്ടി കേരളത്തിൽ വേറെ ഇല്ല ഇപ്പോൾ. അതുകൊണ്ട് ആ പാർട്ടി തകരാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ബംഗാളിൻ്റെ അനുഭവം വെച്ചുകൊണ്ട് കേരളത്തിലെ CPMൻ്റെ പോക്ക് ശരിയല്ല എന്ന തോന്നൽ എന്നിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ സന്ദർഭങ്ങളിൽ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. പയ്യന്നൂരിൽ ഉയർന്നു വന്ന ഫണ്ട് വിവാദത്തിൽ കുറ്റക്കാരെ സംരക്ഷിക്കാനും അത് ഉന്നയിച്ചയാളെ ക്രൂശിക്കാനും ഉള്ള സമീപനം പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നിലപാട് തിരുത്തണം. കേരളം ഇന്ന് നേടിയ നേട്ടങ്ങൾക്കെല്ലാം അടിസ്ഥാനമായി പ്രവർത്തിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ നേട്ടങ്ങൾ നിലനിർത്താനും കൂടുതൽ നേട്ടങ്ങളിലേക്ക് പോകാനും ആ പാർട്ടി നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം അതുകൊണ്ട് ബംഗാളിൻ്റെ ഒരു അനുഭവം കേരളത്തിലെ പാർട്ടിക്കുണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് പാർട്ടിക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 4-5 വർഷക്കാലം ശക്തമായ പോരാട്ടങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത്. അങ്ങനെ പാർട്ടിക്കകത്ത് ഉയർത്തിക്കൊണ്ടുവന്നതിന് ഫലമുണ്ടായില്ല എന്ന ഘട്ടത്തിലാണ് ഇത് പരസ്യമായി ഈ നേതൃത്വത്തെ തിരുത്താൻ ജനങ്ങൾ സന്നദ്ധമാകണം എന്ന നിലയിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പിലും
ഞാൻ മത്സരിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം കാരാവാർഡിൽ വൈശാഖ് മത്സരിച്ചതുപോലെ LDFിൻ്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കുഞ്ഞികൃഷ്ണൻ്റെ പേര് ഇനി ഉയർന്നു വരാൻ സാധ്യതയുണ്ടോ? അതെനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം ആർക്കും അഭിപ്രായങ്ങൾ പറയാലോ. അത് അവരുടേതായ അഭിപ്രായം. എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു. പയ്യന്നൂരിൽ പണി തീരാതെ നശിച്ചുപോകുന്ന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഫിലിം തിയേറ്റർ MLA TI മധുസൂദനൻ സന്ദർശിച്ചു. പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി നിരന്തരമായ ഇടപെടലാണ് നടത്തുന്നതെന്ന് MLA പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നും തന്നെ കിബിയുടെയും KSFDCയുടെയും ഉത്തരവാദപ്പെട്ടവരെ ബന്ധപ്പെട്ടു. ഇവിടെ ഈ ഉദ്യോഗസ്ഥന്മാരോട് കിബിയുടെ ഈ 2 വിങ്ങിനോട് ഞങ്ങൾ സംസാരിച്ചു. സത്യത്തിൽ പയ്യന്നൂരായതുകൊണ്ടും കാര്യങ്ങളെ യഥാർത്ഥമായ രീതിയിൽ കാണുന്നത് കൊണ്ടുമാണ് ഒരു ജനകീയ പ്രക്ഷോഭമായിട്ട് ഇത് മാറാത്തത്. കാരണം അത്രയും കടുത്ത നിലയിലുള്ള ഒരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമായിട്ട് ഇത്രയും നിർമ്മാണ പ്രവൃത്തി നടന്ന് തിയേറ്ററായിട്ട് മാറുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രതികരണം ചെറുതല്ല. ഞങ്ങളൊക്കെ ഈ തിയേറ്ററിൽ ഇരുന്നിട്ടൊന്ന് സിനിമ കാണണം എന്ന് ഈ ഒരു സാമ്പത്തിക വർഷമെങ്കിലും സാധിക്കുമെന്നുള്ളതാണ് കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ ഇനിയും കുറേയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. ഇപ്പോഴും വർക്ക് അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഇടപെട്ടതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കുറച്ചുകൂടി തകൃതിയായിട്ട് ഇവർ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. പദ്ധതി സഫലമാവുക എന്ന് പറയുന്നത് ഇവിടെ സിനിമ പ്രദർശനം ആരംഭിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അത് തീർച്ചയായിട്ടും ഈ ചുവപ്പ് നാട കുരുക്കിൽ കടന്ന് ഇതിനെ ശ്വാസം മുട്ടുന്ന നിലയിൽ നിന്ന് കരകയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എത്രയോ കാലത്തെ നിരന്തരമായ ഇടപെടലിൻ്റെ ഒരു ഘട്ടം ഇന്നാവുന്നു എന്നുള്ള നിലയിലാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. പയ്യന്നൂർ നഗരസഭയിൽ പുതിയ വികസന കാഴ്ചപ്പാടുമായി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി. കോത്തായിമുക്ക് മുതൽ പെരുമ്പ വരെ പാത സൗന്ദര്യവൽക്കരിച്ച് ഹാപ്പിനെസ് സ്ട്രീറ്റാക്കി മാറ്റുമെന്നും നഗരത്തിലെത്തുന്ന വനിതകൾക്കായി ഷീ ലോഡ്ജ് സൗകര്യം ഏർപ്പെടുത്തുമെന്നും സരിൻ ശശി നെറ്റ്വർക്ക് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അറിയിച്ചു. കോത്തായിമുക്ക് മുതൽ പെരുമ്പ വരെ ഒരു സന്തോഷ തെരുവ് പദ്ധതി കൊണ്ടുവരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ആ പദ്ധതി എന്നൊന്ന് വിശദീകരിക്കും. അത് നമുക്കറിയാം, ഇന്ന് പയ്യന്നൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി മാറുന്നൊരു സ്ഥലമാണ് കോത്തായിമുക്ക് മുതൽ പെരുമ്പ വരെയുള്ള സ്ഥലം എന്ന് പറയുന്നത്. കുറേയേറെ കച്ചവടം ഉൾപ്പെടെയുള്ള വളരെ രാത്രി വൈകുവോളം ആളുകൾ തിങ്ങി നടക്കുന്ന ഒരു പ്രദേശമായിട്ട് ആ പ്രദേശം മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, ദേശീയപാത പുതിയ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ദേശീയപാത കടന്നു പോകുന്ന വഴിയാണ് കോത്തായിമുക്ക് പെരുമ്പ എന്ന് പറയുന്നത്. അത് മാറുന്നതോടുകൂടി നമുക്ക് ആ പ്രദേശത്തിൻ്റെ വികസനം ഉറപ്പാക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് ഒരു ഹാപ്പിനെസ് സ്ട്രീറ്റ് അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അത് സൗന്ദര്യവൽക്കരണത്തിൻ്റെ കൂടി ഭാഗമായി കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്. അത് മുനിസിപ്പാലിറ്റി മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. മുനിസിപ്പാലിറ്റിയുടെ മുൻകൈയിൽ നമ്മുടെ PWD ഉൾപ്പെടെ സഹായിച്ചുകൊണ്ടാണ് നമ്മൾ ആ കാര്യം നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞങ്ങളുടെ ഒരു വികസന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ചൊരു കാര്യമാണ്. അപ്പോൾ അത് ഈ ദേശീയപാതയുടെ മാറ്റത്തോടു കൂടി അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ സംഘടിപ്പിക്കും. അതുപോലെ ഷീ ലോഡ്ജ് എന്ന് പറഞ്ഞൊരു പദ്ധതിയും കൂടെ വരുന്നുണ്ടല്ലേ, അപ്പോൾ ആ പദ്ധതി എന്താണെന്നൊന്ന് വിശദീകരിക്കും. ഷീ ലോഡ്ജ് ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ നിലവിൽ തന്നെ ഉണ്ട്. രാത്രി കാലങ്ങളിൽ ടൗണിലെത്തുന്ന സ്ത്രീകൾക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുക എന്നുള്ളത് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. അത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരമൊരു സൗകര്യം നമുക്ക് പയ്യന്നൂർ ടൗണിൽ ഒരുക്കണം. പല ആവശ്യങ്ങൾക്കായി വരുന്ന സ്ത്രീകൾക്ക്, ഒറ്റക്കൊക്കെ വരുന്ന സ്ത്രീകൾക്കൊക്കെ രാത്രി താമസിക്കാൻ പറ്റുന്ന സൗകര്യത്തിലേക്ക് നമുക്ക് നഗരത്തിലൊരു സംവിധാനം ഒരുക്കുക എന്നതാണ് ഷീ ലോഡ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെയും നമ്മുടെ ഒരു പ്രകടന പത്രികയിൽ പറഞ്ഞൊരു കാര്യമാണ്. അതും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരും. മാതമംഗലം വ്യവസായ എസ്റ്റേറ്റിന് സമീപത്തെ പറമ്പിൽ തീപിടിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് സംഭവം. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. മാതമംഗലം വ്യവസായ എസ്റ്റേറ്റിന് സമീപത്തെ പറമ്പിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. പാറപ്രദേശവും ചൂടുള്ള സമയവുമായതിനാൽ തീ വേഗത്തിൽ പടർന്നു പിടിച്ചു. വിവരമറിയിച്ചതിനെ തുടർന്ന് പെരിങ്ങോത്തു നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. കശുമാവിൻ തൈകൾ ഉൾപ്പെടെയുള്ള ചെറുമരങ്ങളും കത്തിനശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
കൂത്തുപറമ്പിൽ നടക്കുന്ന സിഒഎ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ നോർത്ത്, സൗത്ത് മേഖലകളുടെ നേതൃത്വത്തിൽ വിവിധ അനുബന്ധ പരിപാടികൾ നടത്തിവരുന്നതിന്റെ ഭാഗമായി പയ്യന്നൂർ ഉളിയത്തുകടവിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. വാർഡ് കൌൺസിലർ സുനിത കണ്ണോത്ത് ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 13, 14 തീയതികളിൽ കൂത്തുപറമ്പിൽ വെച്ച് നടക്കുന്ന സിഒഎ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ നോർത്ത്, സൗത്ത് മേഖലകളുടെ നേതൃത്വത്തിൽ വിവിധ അനുബന്ധ പരിപാടികൾ നടത്തിവരുന്നു. ഇതിന്റെ ഭാഗമായി പയ്യന്നൂരിലെ ചരിത്രപ്രസിദ്ധമായ ഉളിയത്തുകടവ് ശുചീകരണ പ്രവർത്തനം നടന്നു. 34-ാം വാർഡ് കൌൺസിലർ സുനിത കണ്ണോത്ത് ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് രാജൻ KV അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി പ്രസാദ് PP സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം K. സജീവ് കുമാർ, ജില്ലാ ട്രഷറർ AV ശശികുമാർ, സഹദേവൻ VM, ബിജു കാമ്പ്രത്ത്, ഗോപിനാഥ് VP, രാജേന്ദ്രൻ, മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനവും നടപടിക്രമങ്ങളും നടക്കുന്നതിന് മുൻപ് തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ LDF ചുവരെഴുത്തുകൾ തുടങ്ങി. നോർത്ത് തൃക്കരിപ്പൂർ ലോക്കൽ പരിധിയിലെ നടക്കാവ് ജംഗ്ഷനിലാണ് LDF സ്ഥാനാർത്ഥിയെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വിജയിപ്പിക്കണമെന്ന് ആലേഖനം ചെയ്തത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDFൽ സീറ്റ് ചർച്ച പോലും പൂർത്തിയാകും മുൻപാണ് തൃക്കരിപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രത്തിൽ ചുവരെഴുത്ത് നടത്തിയിട്ടുള്ളത്. CPM തിരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ LDF സ്ഥാനാർത്ഥിയെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനയായാണ് ബഹുവർണ്ണത്തിൽ ചുവരെഴുത്ത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്ന മുറയ്ക്ക് പേര് എഴുതി ചേർക്കുക എന്നത് മാത്രമാണ് ഇവിടുത്തെ പ്രചരണത്തിലുള്ളത്. 2 തവണ MLA ആയ M. രാജഗോപാലൻ ഇത്തവണ CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ആയതോടെ മത്സരരംഗത്തുണ്ടാവില്ല എന്നാണ് പാർട്ടി നേതൃത്വം നൽകുന്ന സൂചന. നീലേശ്വരം ദ്വയാംഗ മണ്ഡലം വിഭജിച്ച് തൃക്കരിപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലം രൂപീകൃതമായതു മുതൽ CPM മാത്രം വിജയിച്ചു വരുന്ന തൃക്കരിപ്പൂർ LDFന്റെ ഉറച്ച മണ്ഡലമായാണ് കണക്കാക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മലയാളികളുടെ മനം നിറയ്ക്കുന്ന വിഷുക്കാലത്തിന് ഇനിയും മാസങ്ങൾ ബാക്കി നിൽക്കെ നാടാകെ കണിക്കൊന്നകൾ പൂത്തു. ഏപ്രിൽ പകുതിയോടെ പൂവിടേണ്ട കൊന്നമരങ്ങൾ ഫെബ്രുവരിയിൽ തന്നെ സ്വർണ്ണവർണ്ണം അണിയുന്നത് പ്രകൃതി നൽകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സൂചനയാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. നമ്മൾ മലയാളികൾക്ക് വിഷുക്കാലത്ത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് കണിക്കൊന്ന. ഏപ്രിൽ മാസത്തോടെ പൂക്കേണ്ട കണിക്കൊന്ന ഫെബ്രുവരി ആകുമ്പോഴേക്കും പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. മലയാളികളുടെ മനം നിറയ്ക്കുന്ന വിഷുക്കാലത്തിന് ഇനിയും മാസങ്ങൾ ബാക്കി നിൽക്കെ വേനൽ ചൂടിൽ കാഴ്ച വിരുന്നൊരുക്കി നാടെങ്ങും കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു. മരച്ചില്ലകളിൽ സ്വർണ്ണവർണ്ണങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന കൊന്നപ്പൂക്കൾ മലയാളികൾക്ക് വെറുമൊരു കാഴ്ചയല്ല, അത് വരാനിരിക്കുന്ന ഐശ്വര്യപൂർണമായ വിഷുക്കാലത്തിന്റെ അറിയിപ്പ് കൂടിയാണ്. പ്രകൃതി തന്നെ മഞ്ഞപ്പട്ടുടുത്തു നിൽക്കുന്ന ഈ കാഴ്ച വഴിയാത്രക്കാർക്കും നയനമനോഹരമായ അനുഭവമാണ് സമ്മാനിക്കുന്നത്. എന്നാൽ കണിക്കൊന്നകൾ നേരത്തെ പൂക്കുന്നത് ചൂട് വർദ്ധിക്കുന്നതും മഴയുടെ കുറവും കൊണ്ടാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അന്തരീക്ഷ താപനില ഉയരുമ്പോൾ കൊന്നമരത്തിൽ ഫ്ലോറിജൻ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നു. ഇത് ചെടികൾ വേഗത്തിൽ പൂവിടാൻ കാരണമാകുന്നു. തുലാവർഷത്തിന്റെ കുറവും മണ്ണിലെ ഈർപ്പം വേഗത്തിൽ വറ്റുന്നതും കണിക്കൊന്നയെ ഒരു അതിജീവന തന്ത്രമെന്ന നിലയിൽ നേരത്തെ പൂവിടാൻ പ്രേരിപ്പിക്കുന്നു. കാറ്റിലെ ഈർപ്പവും ദിനാന്തരീക്ഷ താപനിലയിലെ മാറ്റങ്ങളും ഇപ്പോൾ കൊന്നമരത്തിന്റെ സ്വാഭാവിക പൂവിടൽ ചക്രത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും പ്രതീകമായ കണിക്കൊന്ന വിഷുക്കണിയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. സാധാരണഗതിയിൽ ഫെബ്രുവരി മുതൽ മെയ് വരെയാണ് ഇതിന്റെ പൂക്കാലമെങ്കിലും ഏപ്രിൽ മാസത്തിലെ വിഷുവിനാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്. എന്നാൽ മാർച്ച് എത്തുമ്പോഴേക്കും പൂക്കൾ കൊഴിഞ്ഞുപോയി കണിക്കൊന്നകൾ ഇലപ്പച്ചയിലേക്ക് മാറുന്നത് വിഷു ആഘോഷങ്ങളെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. പ്രകൃതിയുടെ ഈ താളം തെറ്റൽ വരും കാലങ്ങളിൽ കൃഷിയെയും പരിസ്ഥിതിയെയും എങ്ങനെ ബാധിക്കുമെന്നത് ഗൗരവകരമായി തന്നെ കാണേണ്ടതുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. താരരാജാവ് മോഹൻലാലിന്റെ മകന്റെ രൂപസാദൃശ്യമുള്ള ഒരു മനുഷ്യനുണ്ട് പയ്യന്നൂരിൽ. വൈറലായ കൊട്ടണച്ചേരി അമ്പലത്തിൽ കാഴ്ചയ്ക്കെത്തിയ പ്രണവ് മോഹൻലാലിന്റെ രൂപസാദൃശ്യമുള്ള ആ മനുഷ്യൻ തായനേരി സ്വദേശി ജയകൃഷ്ണനാണ്. പയ്യന്നൂർ കൊട്ടണച്ചേരി അമ്പലത്തിൽ പ്രണവ് മോഹൻലാൽ എത്തിയെന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്ത്? യഥാർത്ഥ താരരാജാവിന്റെ മകൻ പ്രണവ് മോഹൻലാൽ തന്നെയാണോ ആ അമ്പലത്തിൽ എത്തിയത് എന്നൊക്കെ എല്ലാവർക്കും ഒരു സംശയം കാണും. ഇന്ന് അദ്ദേഹത്തെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്.
ചേട്ടന്റെ യഥാർത്ഥ പേരെന്താ? എൻ്റെ പേര് ജയകൃഷ്ണൻ. ആ ഒരു വൈറലായ വീഡിയോ കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു. അതെങ്ങനെ അറിഞ്ഞുകൊണ്ട് എടുത്തതാണോ അല്ലെങ്കിൽ അറിയാണ്ട് വന്ന്? അല്ല, പിറ്റേ ദിവസം ആണ് എനിക്ക് വേറൊരാൾ അയച്ചു തന്നിട്ടാണ് ഞാൻ ആ വീഡിയോ കാണുന്നത്. പക്ഷെ ഞാനത് പെട്ടെന്ന് ഞെട്ടിപ്പോയി കണ്ടിട്ട്. ഇപ്പൊ 1 മില്യണിലധികം വ്യൂസ് കിട്ടിയല്ലേ? 1 മില്യൺ. എങ്ങനെ ആൾക്കാരുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാ? ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് എല്ലാവരും നല്ല പ്രതികരണം തന്നെയാണ്. കണ്ടവരെല്ലാരും നല്ല എന്ന് പറയണ്ടേ, നിങ്ങൾ പ്രണവ് മോഹൻലാൽ വൈറലായല്ലോ വെച്ചാൽ അമ്പലത്തിൽ പോയിട്ട് എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥ സ്വദേശം എവിടെയാ? ശരിക്കും ഞാനിപ്പം നിലവിൽ തായ്നേരിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഇത് പിന്നെ വീട് ചെറുപുഴ അങ്ങോട്ടാണ്. ആക്ടിങ്ങിൽ കമ്പമുണ്ടോ? ആക്ടിങ്ങിൽ കമ്പമുണ്ട്. ഞാൻ പോയിരുന്നു സിനിമയിൽ 2-3 അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അവർ ഫേസ് ഇതായതുകൊണ്ട് നമ്മളാ ഇതാക്കുന്നില്ല. യഥാർത്ഥ പ്രണവ് മോഹൻലാൽ ഫാൻ തന്നെയാണോ? ഓ പിന്നെ തീർച്ചയായിട്ടും. അതിനേക്കാൾ കൂടുതൽ മോഹൻലാൽ ഫാൻ ആയിരിക്കും. മോഹൻലാൽ ഫാൻ പറയാനില്ല, അത് പിന്നെ അതിൻ്റെ അപ്പുറമാണ്. എങ്ങനെയാണ് ഈ ഒരു രൂപമുണ്ടെന്ന് ആരാണ് ആദ്യം പറഞ്ഞത്? അതായത് ഈ രൂപമുണ്ടെന്ന് പറഞ്ഞത് ഈ കൊറോണ വന്ന സമയത്തായിരുന്നു ഞാൻ ഈ ഹെയർ വളർത്താൻ തുടങ്ങിയത്. അന്നേരം ഹെയർ കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ വളർന്നിട്ടാകുമ്പോൾ പിന്നെ ഒരു തവണ ഇങ്ങനെ ഒരു ഫോട്ടോ ഞാൻ ഇട്ട സമയത്താണ് എല്ലാവരും പറഞ്ഞത് പ്രണവ് മോഹൻലാലിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പ്രണവ് മോഹൻലാലിനെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല? നേരിട്ട് കണ്ടിട്ടില്ല. കാണുന്ന ആഗ്രഹമുണ്ട്, ഇതുവരെ സാധിച്ചില്ല. ഓക്കെ, ഇനിയും ചേട്ടന് പ്രണവ് മോഹൻലാലിനെ ഒന്ന് നേരിട്ട് കാണാനും കൂടെ സെൽഫി എടുക്കണം എന്ന് ആഗ്രഹം? ഓ തീർച്ചയായിട്ടും, പിന്നെ അതന്നെ ഒരു ഭാഗ്യം തന്നെയല്ലേ ഒരാളെ പോലെ. എന്തായാലും പ്രണവ് മോഹൻലാലിന്റെ അപരനായ ജയകൃഷ്ണൻ ചേട്ടന് യഥാർത്ഥ പ്രണവ് മോഹൻലാലിനെ കാണാനും ഒന്ന് തൊടാനും ഒന്ന് സെൽഫി എടുക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അഗ്നിവേശ് കുഞ്ഞിമംഗലത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. ചെറുകുന്ന് പട്ടുവം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കാവിൻമുനമ്പ് പാലം പ്രവൃത്തിക്കുള്ള ടെൻഡർ നടപടി ആരംഭിച്ചതായി എം വിജിൻ MLA അറിയിച്ചു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 91 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. 1395 മീറ്റർ നീളവും 11 മീറ്റർ വീതിയിലും നിർമ്മിക്കുന്ന കാവിൻമുനമ്പ് പാലത്തിന് 46 മീറ്റർ നീളത്തിൽ 2 സെന്റർ സ്പാനും 35 മീറ്റർ നീളത്തിലുള്ള 36 സ്പാനുകളും ഉണ്ടാകും. പൈൽ ഫൗണ്ടേഷൻ വിഭാവനം ചെയ്തിരിക്കുന്ന പാലത്തിന് ഇരുവശങ്ങളിൽ 1.50 മീറ്റർ വീതിയിൽ നടപ്പാതയും നിർമ്മിക്കും. പട്ടുവം ചെറുകുന്ന ഭാഗങ്ങളിൽ അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിനു വേണ്ടി 65 സെന്റ് ഭൂമി നേരത്തെ ഏറ്റെടുത്തിരുന്നു. പാലം പൂർത്തിയാകുന്നതോടെ തളിപ്പറമ്പ് പട്ടുവം ഭാഗത്തുള്ളവർക്ക് പഴയങ്ങാടി കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിലേക്കും ചെറുകുന്നമ്പലം മാട്ടൂൽ ഭാഗത്തേക്കും പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലേക്കും ചെറുകുന്ന് കണ്ണപുരം മാട്ടൂൽ ഭാഗത്തുള്ളവർക്ക് പട്ടുവം തളിപ്പറമ്പ് ഭാഗത്തേക്കും എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. പാലം പൂർത്തിയാകുന്നതോടെ ടൂറിസം രംഗത്തും വൻ വികസനത്തിന് വഴിയൊരുക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത്, മാത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അതിഥി തൊഴിലാളികൾക്ക് ആരോഗ്യ പരിശോധന നടത്തി. കാങ്കോൽ രാജൻ സ്ക്വയറിലാണ് പരിശോധന സംഘടിപ്പിച്ചത്. കണ്ണൂർ ജില്ലാ ആരോഗ്യവകുപ്പ്, കാങ്കോൽ ആലപ്പടമ്പ് കുടുംബാരോഗ്യ കേന്ദ്രം, ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നതും ജോലി ചെയ്യുന്നതുമായ അതിഥി തൊഴിലാളികളുടെ ആരോഗ്യ പരിശോധന നടത്തി. കാങ്കോൽ ടൗൺ രാജൻ സ്ക്വയറിൽ നടന്ന പ്രത്യേക ആരോഗ്യ പരിശോധന ക്യാമ്പിൽ 70ഓളം അതിഥി തൊഴിലാളികളെ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി. മലമ്പനി, മന്ത്, ചർമ്മരോഗം ഇവ പരിശോധിച്ചു. ജില്ലാ മിസ്റ്റ് ടീം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മാനസ് MV, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അർഷിദ് ഹുസൈൻ R, അശ്വിനി S, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KT ജയപ്രകാശ്, വാർഡ് മെമ്പർമാരായ സൗമ്യ ഗിരീഷ്, ചന്ദ്രൻ PV എന്നിവർ പരിശോധനാ ക്യാമ്പിന് നേതൃത്വം നൽകി. എല്ലാ അതിഥി തൊഴിലാളികളും കേരളത്തിന് പുറത്ത് യാത്ര ചെയ്ത് തിരിച്ചെത്തിയ ശേഷം രക്തപരിശോധനയ്ക്ക് വിധേയമാക്കുവാൻ മുഴുവൻ തൊഴിൽദാതാക്കളും ശ്രദ്ധിക്കണമെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ KT ജയപ്രകാശ് അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ T നസറുദ്ദീന്റെ അനുസ്മരണം നടത്തി. ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാര രംഗത്തുള്ളവരെ സംസ്ഥാനമൊട്ടാകെ ഒരുമിപ്പിച്ച് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ കരുത്തുറ്റ സംഘടനയാക്കി മാറ്റുന്നതിലും മുഖ്യ നേതൃത്വം വഹിച്ച T നസറുദ്ദീൻ അനുസ്മരണം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ വ്യാപാര ഭവനിൽ നടന്ന അനുസ്മരണ ചടങ്ങ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് AG നൂറുൽ അമീൻ അധ്യക്ഷത വഹിച്ചു. മുഗൾ റഷീദ്, VV ദിനേശൻ, PV ഗോപാലകൃഷ്ണൻ, S അബ്ദുറഹ്മാൻ, C കൃഷ്ണൻ, കണ്ണൻ ഫോട്ടോ ഫാസ്റ്റ്, K മുഹമ്മദ് ആരിഫ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 12 ലക്ഷം രൂപ ചിലവഴിച്ച് തയ്യാറാക്കിയ സ്മാർട്ട് റൂം ഉദ്ഘാടനം ചെയ്തു. M. വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 12 ലക്ഷം രൂപ ചിലവഴിച്ച് തയ്യാറാക്കിയ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം M. വിജിൻ MLA നിർവഹിച്ചു. കല്യാശ്ശേരി മണ്ഡലത്തിലെ മുഴുവൻ ഗവൺമെൻറ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും 12 ലക്ഷം രൂപ വെച്ച് MLA ഫണ്ടിൽ നിന്ന് കമ്പ്യൂട്ടർ ലാബ് നൽകിയിട്ടുണ്ട്. ചില സ്കൂളുകൾ പൂർണ്ണമായും അത് ലാപ്ടോപ്പുകൾ മാത്രം വാങ്ങിച്ചു, ചില സ്കൂളുകൾ പ്രൊജക്ടർ കൂടി ചേർത്ത് വെച്ച് വാങ്ങിച്ചു. ഇവിടെ ഇപ്പോൾ 7 എണ്ണം പ്രൊജക്ടർ വാങ്ങിച്ചു, 26 ലാപ്ടോപ്പ് വാങ്ങിച്ചു. ഇപ്പോൾ ഏതായാലും നമ്മുടെ മണ്ഡലത്തിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂളുകൾക്ക് മാത്രമല്ല, കല്യാശ്ശേരി മണ്ഡലത്തിലെ മുഴുവൻ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകൾക്കും കമ്പ്യൂട്ടർ ലാബ് ഇതിനകം MLA ഫണ്ടിൽ നിന്ന് നൽകി കഴിഞ്ഞു. 92 LP UP സ്കൂളുകൾക്കും 16 ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ലാബുകൾ കല്യാശ്ശേരി മണ്ഡലത്തിൽ നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കോമളവല്ലി VA, പഞ്ചായത്ത് മെമ്പർ CV വിനോദ്, മാടായി AEO ഡോക്ടർ സംഗീത KKP, സ്കൂൾ വികസന സമിതി ചെയർമാൻ PP ദാമോദരൻ, സ്കൂൾ പ്രിൻസിപ്പൽ K സന്തോഷ് കുമാർ, ഹെഡ് മിസ്റ്റേഴ്സ് ലിൻഡാമ ജോൺ, PV രാജേഷ്, ഷൈനി PV, T രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന തലത്തിൽ വിവിധ മേളകളിൽ സമ്മാനാർഹരായ മാടായി സബ് ജില്ലയിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കണ്ടോന്താർ ചെറുവച്ചേരി ഭൂതാനം റോഡ് മെക്കാഡം ടാറിംഗ് പ്രവൃത്തി പൂർത്തിയായി. റോഡിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 11 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് M. വിജിൻ MLA അറിയിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മെക്കാഡം ടാറിംഗ് ചെയ്ത കണ്ടോന്താർ ചെറുവച്ചേരി ഭൂതാനം റോഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫെബ്രുവരി 11 വൈകുന്നേരം 4:30 നിർവഹിക്കുമെന്ന് M. വിജിൻ MLA അറിയിച്ചു. 11-ാം തീയതി വൈകുന്നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓൺലൈനായി ആ റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതിമനോഹരമായ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ കണ്ടോന്താർ മുതൽ ചെറുവച്ചേരി വഴി ഭൂതാനം കോളനി വരെ പൂർണ്ണമായും മെക്കാഡം റോഡാക്കി മാറ്റുക. അതിപ്പോൾ ഈ റോഡ് പൂർണ്ണമായി 2 BMPC റോഡുകളുമായി കണക്ട് ചെയ്യുന്ന ഒരു സർവീസ് റോഡ് കൂടിയായി മാറുകയാണ്. ഏറെ സന്തോഷകരമായ ഒരു പ്രൊജക്റ്റ് കൂടിയായി ഈ പദ്ധതി മാറുന്നു. 11 ഈ നാട്ടിലെ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ്. ഓൺലൈൻ മുഖേന ചെറുവച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കും. നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 കോടി രൂപയാണ് റോഡ് മെക്കാഡം ടാറിംഗ് ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. നിലവിലുള്ള റോഡ് ലെവൽ ഉയർത്തി 5.50 മീറ്റർ വീതിയിൽ മെക്കാഡം ടാറിംഗ് ചെയ്തും ആവശ്യമായ ഇടങ്ങളിൽ ഓവുചാൽ സംരക്ഷണ ഭിത്തി, ഷോൾഡർ കോൺക്രീറ്റ് എന്നീ പ്രവൃത്തികൾ ചെയ്യുകയും ആധുനിക രീതിയിലുള്ള റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയും നിലവിൽ 6 മീറ്റർ മുതൽ 8 മീറ്റർ വരെയുണ്ടായിരുന്ന റോ 10 മീറ്ററാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്താണ് റോഡ് ആധുനിക നിലവാരത്തിൽ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുള്ളതെന്ന് M. വിജിൻ MLA പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഫെബ്രുവരി 12 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് കാങ്കോലിൽ സമാപനമായി. സമാപന സമ്മേളനത്തിൽ ജാഥ ലീഡർ PV കുഞ്ഞപ്പൻ സംസാരിച്ചു. ഫെബ്രുവരി 12 നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ പെരിങ്ങോം ഏരിയ വാഹനജാഥയ്ക്ക് കാങ്കോലിൽ സമാപനമായി. സമാപന സമ്മേളനത്തിൽ ജാഥ ലീഡർ PV കുഞ്ഞപ്പൻ പണിമുടക്കിന്റെ കാരണങ്ങൾ വിശദീകരിച്ചു. ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പ്രയാസമാണ് എന്ന മറുപടിയാണ് നൽകിയത്. ആ കൺവെൻഷൻ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ 13 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി മാസം 12-ാം തീയതി ദേശീയ അടിസ്ഥാനത്തിൽ ഒരു പണിമുടക്ക് സംഘടിപ്പിക്കണം എന്ന തീരുമാനമെടുത്തു. VV പത്മനാഭൻ ചടങ്ങിൽ അധ്യക്ഷനായി. KM ഷാജി, MP ദാമോദരൻ, KP കണ്ണൻ, N അബ്ദുൾ ഗഫൂർ, മൂലച്ചേരി നാരായണൻ, MP ദാമോദരൻ, രഞ്ജിത്ത്, NK രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വിത്ത് ബിൽ ഉപേക്ഷിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെബ്രുവരി 12 ദേശീയ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
കുഞ്ഞിമംഗലം ശ്രീ മല്ലിയോട്ട് പാലോട്ടുകാവിൽ വെള്ളോട്ട് കുടക്കാർക്കായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 12 നടക്കും. ക്ഷേത്രം മുഖ്യകർമ്മി ഷിജു മല്ലിയോടൻ ഉദ്ഘാടനം നിർവഹിക്കും. കുഞ്ഞിമംഗലം ശ്രീ മല്ലിയോട്ട് പാലോട്ടുകാവിൽ ഉത്സവകാലങ്ങളിൽ വെള്ളോട്ടുകുടക്കാർക്ക് പ്രധാനുഷ്ഠാനത്തോടെ കഴിയാൻ നിർമ്മിച്ച കെട്ടിടത്തിന്റെ പണി പൂർത്തിയായി. ക്ഷേത്രനടയിൽ വടക്കുഭാഗത്തായി സ്ഥിതി ചെയ്തിരുന്ന പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയാണ് മികച്ച സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഫെബ്രുവരി 12 രാവിലെ 11 മണിക്ക് ക്ഷേത്രം മുഖ്യകർമ്മി ഷിജു മല്ലിയോടൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കെട്ടിടം നിർമ്മിച്ചത് 100-ൽ പരം വരുന്ന വെള്ളോട്ടുകുടക്കാർക്ക് ഉത്സവകാലങ്ങളിൽ വ്രതാനുഷ്ഠാനത്തോടെ ഇവിടെ താമസിച്ചിട്ട് ആണ് ഇവിടെ കുടയെടുക്കേണ്ടത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കിടക്കാനും വിശ്രമിക്കാനും അതുപോലെ കുളിക്കാനുമില്ല സൗകര്യം ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഫെബ്രുവരി 12 ഇത് സമർപ്പണം ചെയ്യുന്നത്. ഫെബ്രുവരി 12 11 മണിക്ക്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി സത്സംഗവേദി 15ാം വാർഷികാഘോഷം കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്നു. സ്വാമി ഉദിത് ചൈതന്യ ഉദ്ഘാടനം നിർവഹിച്ചു. സന്യാസിവര്യരെയും പണ്ഡിതശ്രേഷ്ഠരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആധ്യാത്മിക പ്രഭാഷണം, പുരാണ പാരായണം, സഹസ്രനാമജപം, ഭഗവത്ഗീത ക്ലാസ്, സത്സംഗം എന്നിവ സംഘടിപ്പിച്ച് ജനങ്ങളിൽ ആത്മബോധവും വിജ്ഞാനവും വളർത്തിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് സുബ്രഹ്മണ്യ സ്വാമി സത്സംഗവേദിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി സത്സംഗവേദി 15ാം വാർഷികാഘോഷം കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്നു. വാർഷികാഘോഷ പരിപാടികൾ സ്വാമി ഉദിത് ചൈതന്യ ഉദ്ഘാടനം ചെയ്ത് ആത്മീയ ഭാഷണം നടത്തി. ഈ കാലഘട്ടത്തിന്റെ ഒരു ദർശനത്തിലൂടെ അറുമുഖൻ എന്ന വാക്ക് അല്ലെങ്കിൽ ആ ശബ്ദം എങ്ങനെ പരിചയപ്പെടുത്തണം, ഇതാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 11ാമത്തെ ശബ്ദം അറുമുഖൻ എന്ന് തുടങ്ങുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് സുബോധം, ബോധമുള്ളവരാണ്. TTV രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. CV രാജഗോപാലൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PS രാമനാഥ അയ്യർ, KU ഗോവിന്ദ പൊതുവാൾ, VP സുമിത്രൻ പൊതുവാൾ, KP സുനിൽകുമാർ, VA രാഘവ പൊതുവാൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ശാസ്ത്രീയ നൃത്തവിരുന്നും പ്രസാദ വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ CM നഗർ കപ്പേള തിരുനാളിന് തുടക്കമായി. പിലാത്തറ വ്യാകുലമാത ഇടവക വികാരി റവറന്റ് ഫാദർ തോംസൺ കൊടിയേറ്റം നടത്തി. പിലാത്തറ CM നഗർ കപ്പേള തിരുനാളിന് തുടക്കം കുറിച്ച് പിലാത്തറ വ്യാകുലമാത ഇടവക വികാരി റവറന്റ് ഫാദർ തോംസൺ കൊടിയേറ്റം നടത്തി. തുടർന്ന് പുഞ്ചക്കാട് ഇടവക വികാരി റവറന്റ് ഫാദർ സന്തോഷ് വില്യം തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തിരുനാളും ദൈവദാസൻ ഫാദർ സുക്കോൾ അനുസ്മരണവും നടത്തി. തിരുനാൾ ദിനത്തിൽ പിലാത്തറ സെന്റ് ജോസഫ് കോളേജ് അസിസ്റ്റന്റ് മാനേജർ റവറന്റ് ഫാദർ മെൽവിൻ ദേവസ്യ ആഘോഷമായ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രദക്ഷിണവും തുടർന്ന് ഇടവക ജനങ്ങളുടെ കലാപരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ആലപ്പടമ്പ ശ്രീ നാർക്കൽ മുണ്ട്യക്കാവ് കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ 2ാം ദിവസം മേലേരിക്ക് അഗ്നിപകരൽ ചടങ്ങ് നടന്നു. ആലപ്പടമ്പ് ശ്രീ നാർക്കൽ മുണ്ട്യക്കാവ് കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ 2ാം ദിനത്തിൽ മേലേരിക്ക് അഗ്നിപകരൽ ചടങ്ങ് നടന്നു. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നെത്തിയ ക്ഷേത്രേശന്മാരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് അഗ്നിപകരൽ ചടങ്ങ് നടന്നത്. ക്ഷേത്രം അന്തിതിരിയൻ TP രാജൻ മേലേരിക്ക് അഗ്നി പകർന്നു. ചൊവ്വാഴ്ച പുലർച്ചെ വിഷ്ണുമൂർത്തി അഗ്നിപ്രവേശം നടത്തി. ഉത്സവം 11ാം തീയതി ബുധനാഴ്ച സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. അവർ ഓടിക്കൊണ്ട് വന്നിട്ട് ഉണ്ടാവും. പഴയ പഞ്ചായത്ത് അല്ലേ കാണികളിനെ ഫോട്ടോ
നസ്രുദ്ദീൻ അനുസ്മരണത്തോടനുബന്ധിച്ച് പയ്യന്നൂർ മർച്ചന്റ്സ് യൂത്ത് വിംഗ് അനുസ്മരണ യോഗവും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും രക്തദാന സേന രൂപീകരണവും സംഘടിപ്പിച്ചു. ഏകോപന സമിതി യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിപിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് അനൂപ് MK അധ്യക്ഷത വഹിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് വർക്കിംഗ് പ്രസിഡന്റ് VP സുമിത്രൻ മുഖ്യാതിഥിയായി. ചടങ്ങിൽ രക്തദാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പയ്യന്നൂർ സഹകരണ ഹോസ്പിറ്റൽ മെഡിക്കൽ ഹെഡ് ഡോക്ടർ കുഞ്ഞിക്കണ്ണൻ ക്ലാസ് എടുത്തു. മേഖലാ ജനറൽ സെക്രട്ടറി സായി കിഷോർ, യൂത്ത് വിംഗ് കോർഡിനേറ്റർ T ബിജു, ചേംബർ സെക്രട്ടറി അനിൽ ചിത്രാഞ്ജലി, പയ്യന്നൂർ സഹകരണ ഹോസ്പിറ്റൽ സെക്രട്ടറി KV സന്തോഷ്, PROമാരായ കലേഷ്, നവീൻ, യൂത്ത് വിംഗ് മെമ്പർ നിതിൻ, R രാജേഷ്, ഷാജി ഫോക്കസ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. പയ്യന്നൂരിൽ പണിതീരാതെ നശിച്ചുപോകുന്ന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഫിലിം തിയേറ്റർ സന്ദർശിച്ച് TI മധുസൂദനൻ MLA. പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി നിരന്തരമായ ഇടപെടലാണ് നടത്തിയതെന്ന് MLA. പയ്യന്നൂർ നഗരസഭയിൽ പുതിയ വികസന കാഴ്ചപ്പാടുമായി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി. കോത്തായിമുക്ക് മുതൽ പെരുമ്പ വരെ പാത സൗന്ദര്യവൽക്കരിച്ച് ഹാപ്പിനെസ് സ്ട്രീറ്റാക്കി മാറ്റുമെന്നും നഗരത്തിലെത്തുന്ന വനിതകൾക്കായി ഷീ ലോഡ്ജ് സൗകര്യം ഏർപ്പെടുത്തുമെന്നും സരിൻ ശശി. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനവും നടപടിക്രമങ്ങളും നടക്കും മുൻപ് തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ചുവരെഴുത്തുകൾ തുടങ്ങി LDF. നോർത്ത് തൃക്കരിപ്പൂർ ലോക്കൽ പരിധിയിലെ നടക്കാവ് ജംഗ്ഷനിലാണ് LDF ചുവരെഴുത്ത്. മലയാളികളുടെ മനം നിറയ്ക്കുന്ന വിഷുക്കാലത്തിന് ഇനിയും മാസങ്ങൾ ബാക്കി നിൽക്കെ നാടാകെ കണിക്കൊന്നകൾ പൂത്തു. ഏപ്രിൽ പകുതിയോടെ പൂവിടേണ്ട കൊന്നമരങ്ങൾ ഫെബ്രുവരിയിൽ തന്നെ സ്വർണ്ണവർണ്ണം അണിയുന്നത് പ്രകൃതി നൽകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സൂചനയാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ന്യൂസ് അവർ സമാപിക്കുന്നു. നമസ്കാരം.